ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തലേ ദിവസം കുതിർത്ത കടല ഇട്ട് കൊടുത്തു, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തു, പിന്നെ ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പ്, പിന്നെ ഇതിൻ്റെയൊക്കെ മീതെ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 7 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കടല വെന്ത് കിട്ടുമേ. അങ്ങനെ ഒരു 7 വിസിലൊക്കെ കേട്ടപ്പോൾ കടല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് കടല എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണേ. അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ച കടല മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്രേവി നല്ല കട്ടി കൂടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൽ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ളു ശർക്കരയാണ് കേട്ടോ. ശർക്കര മധുരിക്കാനല്ല, ഇതെല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ മാത്രം ഒരു നുള്ളിട്ട് കൊടുത്താൽ മതിയേ. ഇതും കൂടെ ആയപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ച കടലക്കറിയായിരുന്നേ അത്. അതിന് ഇത്രയും കട്ടി കാണില്ല. ഇത് നല്ല കട്ടിയുള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുട്ടും